പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദ് ചെയ്തു. വയനാട് മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് പരോൾ റദ്ദ് ചെയ്തത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ എന്തെല്ലാം കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? രോഹിണി, ഇക്കഴിഞ്ഞ ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. അയാൾക്ക് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് ചട്ടം. എന്നാൽ ഈ 21-ന് കൊടിസുനിക്ക് പരോൾ ലഭിച്ചതിന് ശേഷം മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തില്ല എന്ന ഗുരുതര കുറ്റമാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇയാൾ ഇതര സംസ്ഥാനത്തേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്തുവെന്ന ഗുരുതരമായ കണ്ടെത്തലുമുണ്ട്. ഇയാൾ പരോൾ ലഭിച്ചൊരു നിശ്ചിത സമയമായിട്ടും മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാത്തതിന് തൊട്ടു പിന്നാലെയാണ് മീനങ്ങാടി CI ആഭ്യന്തര വകുപ്പിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇയാൾ പരോൾ വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു റിപ്പോർട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ അടിയന്തര പരോൾ റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയായിരുന്നു. മാത്രമല്ല, ഇന്നലെ രാത്രിയോടുകൂടി കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുകയും ചെയ്തു. മാത്രമല്ല, നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ കോടതിയിൽ കൊണ്ടുപോയി മടങ്ങുന്നവരുടെ കൊടിസുനിക്ക് മദ്യപിക്കാൻ അവസരം ഒരുക്കി കൊടുത്തു എന്നതിന്റെ പേരിൽ 3 സിവിൽ പോലീസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായത്. അതായത് ബി.ജെ.പി പ്രവർത്തകരായ 2 പേരെ ന്യൂമാഹിയിൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ നടന്നു വരികയാണ് തലശ്ശേരി കോടതിയിൽ. ആ വിചാരണയുമായി ബന്ധപ്പെട്ട് ഇയാൾ അതിൽ ഒരു പ്രധാന പ്രതിയാണ്. അതായത് പി വധക്കേസിൽ ഉൾപ്പെടെയുള്ള പ്രതിയായ കൊടിസുനി ഈ കേസിലും ഒരു പ്രധാന പ്രതിയാണ്. അയാളെ തലശ്ശേരി കോടതിയിൽ കൊണ്ടുവന്ന് മടങ്ങി പോകുന്നതിനിടെ തലശ്ശേരിയിലുള്ള വിക്ടോറിയ ബാറിൽ വെച്ച് ഇയാൾക്ക് മദ്യപിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തു എന്ന് കണ്ടാണ് ഇത്തരം ഒരു നടപടി, അതായത് 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത്. അത്തരമൊരു സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ഇയാളുടെ അടിയന്തര പരോൾ റദ്ദ് ചെയ്ത് ഇന്നലെ വൈകിട്ടോടുകൂടി ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.